നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും രാവിലെ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഡു യു ഫോക്കസ് ഓൺ ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ് ഓർ ഡു യു ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്? In this video, I am going to discuss about the benefits of being optimistic and focusing on your expectations. Welcome back friends, my name is Sobi, this is Trading Secrets. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒത്തിരിയധികം ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു മിങ്കിളിങ്ങിൽ നമുക്ക് ന്യൂമറസ് ഓപ്റ്റിമിസ്റ്റിക് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, ന്യൂമറസ് പെസിമിസ്റ്റിക് ആൾക്കാരെ നമ്മൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഐ എം എ ലൈഫ് ലോങ് ഓപ്റ്റിമിസ്റ്റ്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യു ഹാവ് മെനി ഫ്രണ്ട്സ് അല്ലേ? ആ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട്സ് സർക്കിളിൽ അവർ പലരും ഓപ്റ്റിമിസ്റ്റിക് ആകാം, ചിലർ പെസിമിസ്റ്റിക് ആകാം. സോ വാട്ട് ഈസ് ദ കോമൺ നേച്ചർ ടു ഐഡൻറ്റിഫൈ ദം? പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? പെസിമിസ്റ്റിക് ആൾക്കാർ എപ്പോഴും സംസാരം തുടങ്ങുമ്പോൾ ഓക്കെ നമുക്കത് ചെയ്യാം, അതിനുശേഷം ബട്ട് എന്ന് പറയും, പക്ഷേ എന്ന് പറയും. ദിസ് ബട്ട് ഈസ് ദ പ്രോബ്ലം. But is a sentence, but is a word that is catastrophically negative attitude. സോ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി അധികം ഹിക്കപ്സ് ഉണ്ടാകാം, ലൈഫിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ലൈഫ് വിൽ കോൺസ്റ്റന്റ്ലി ട്രൈ ടു പുട്ട് യു ഡൗൺ അല്ലേ? നമ്മളെ ജീവിതം നമ്മളെ എപ്പോഴും ഇറ്റ് വിൽ ട്രൈ ടു പുട്ട് യു ഡൗൺ. ബട്ട് യു ഹാവ് ടു ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഫോക്കസ് ഓൺ. നമ്മൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ പഴയകാല ലൈഫിൽ നമുക്ക് വന്നു പറ്റിയിരിക്കുന്ന ബാഡ് തിങ്സിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഓർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുന്നോട്ട് നമ്മളുടെ ഓരോ കാലങ്ങൾ പോകുമ്പോഴും നമ്മൾക്കുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. സോ ഡു യു ഫോക്കസ് ഓൺ ഓൾ ദോസ് ബാഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്, ഓർ ഡു യു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യുവർ ബ്രെയിൻ ആൻഡ് ആക്ച്വലി ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് യു വാണ്ട് അല്ലേ? നമ്മളുടെ ബ്രെയിനെ നമ്മൾ അതിൻ്റെ പൊട്ടൻസി ഫുൾ ഫോം ഓഫ് ദ പൊട്ടൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ചെയ്യുന്ന കാര്യത്തെ പറ്റി അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുവാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. സോ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി യു നീഡ് ടു ഫോക്കസ് ഓൺ ദ തിങ് ദാറ്റ് യുവർ ഫേസ് വിൽ ബി ഹാപ്പി. എവിടെ നമ്മൾ ഫോക്കസ് ചെയ്താലും നമ്മൾക്കതൊരു ഇന്നർ ഹാപ്പിനെസ് നമുക്ക് വരണം. So those are the things that you have to focus on. So thinking pessimistically about everything and focusing on the negative things അല്ലേ? നമ്മൾ പെസിമിസ്റ്റിക് ആയിട്ട് എപ്പോഴെല്ലാം ചിന്തിക്കുന്നോ എന്നിട്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതെന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് ഒരു തലവേദന ഉണ്ടാക്കാം എന്നല്ലാതെ ഇതിനകത്ത് നമുക്ക് ഒന്നും നേടാനില്ല. ബട്ട് ഇഫ് യു ആർ ഓപ്റ്റിമിസ്റ്റിക്, യു ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് ഫോർ പോസിറ്റീവ് തിങ്സ് ഇൻ ലൈഫ് അല്ലേ? നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മളുടെ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് യു ക്യാൻ സീ ദ സൺ ഈസ് ഷൈനിങ് അല്ലേ? രാവിലെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. വെദർ ഈസ് നൈസ്, വെദർ ഇറ്റ് ഈസ് റെയിൻ ഓർ സണ്ണി ക്ലൈമറ്റ് ആണെങ്കിലും വെദർ ഈസ് നൈസ്. നമുക്ക് ഒരു നല്ലൊരു വീടുണ്ട്. You have all the basic things in life അല്ലേ? All these things you take it for granted, and every single day you should be extremely grateful for these little tiny things. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. സോ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു. സോ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. നമ്മൾ എഴുന്നേറ്റല്ലോ, അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. സോ അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ച് ഓഫീസിലേക്ക് പോകുന്നു. യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഡ്രൈവിംഗ് ടു യുവർ ഓഫീസ്. യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഓൾസോ. യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. എക്സ്പ്രസ് ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ എലൈവ് അല്ലേ? നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ജീവനോടെ ഉണ്ട്. സോ യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. യു ഹാവ് ടു ബി എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കണ്ണുകളും തുറന്നാണ് ഇരിക്കുന്നത് അല്ലേ? യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ബോത്ത് ഓഫ് യുവർ ഐസ് ആർ ഓപ്പൺ. അപ്പോൾ നമുക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ദേ ആർ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ലീവ്സ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലേ? ആ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ കിടന്ന് വീശിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദീസ് ടൈനി ലിറ്റിൽ തിങ്സ് എവറി സിംഗിൾ ഡേ, അപ്പം നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നർ സെൽഫ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വിൽ എക്കോ ഓൾ ത്രൂ ഔട്ട് യുവർ ലൈഫ്.
ഈ ഒരു സംഭവം ഇങ്ങനെ അലയടിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാപ്പിനെസ്. സോ ഇറ്റ് വിൽ ആംപ്ലിഫൈ യുവർ ബ്രെയിൻ അബൌട്ട് പോസിറ്റിവിറ്റി ഇൻ യു. നമ്മളിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയി ലിറ്റിൽ ടെനി തിങ്സിനെ പറ്റി നമ്മളിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ് വിൽ ആംപ്ലിഫൈ യുവർ ബ്രെയിൻ അബൌട്ട് ദ പോസിറ്റിവിറ്റി ഇൻ യു. നമ്മളുടെ മനസ്സിലുള്ള പോസിറ്റിവിറ്റിയെ അത് എക്കോ ചെയ്ത് ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് തിങ്സ് ഇൻ ലൈഫ്. അങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടിരുന്നത്, നമ്മൾ പോസിറ്റീവ് തിങ്സിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഒബ്സഷൻ ഓർ വാട്ട് ഈസ് യുവർ പാഷൻ? നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ വേണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഈസ് യുവർ പാഷൻ? ഞാൻ ഈ ട്രേഡിങ്ങിൻ്റെ ലോകത്തേക്ക് വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കണമെന്നുള്ള കാര്യം. അപ്പം ഞാൻ ഈ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് I spend hours and hours understanding the same thing, learning about technical analysis, learning about lot of different theories. സോ ഇങ്ങനെ ഞാൻ ടെക്നിക്കൽ അനലൈസിസും ഇതിൻ്റെ കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ് ബിക്കംസ് എ ഹോബി. സോ ഈ ഹോബി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഹോബി ഐ ക്യാൻ മേക്ക് മണി. നൗ ലെറ്റ് ഇറ്റ് ബി ദെയർ, അത് അവിടെ ഇരിക്കട്ടെ. സോ അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണ്? പ്ലേയിങ് ബാഡ്മിൻ്റൺ. ഞാൻ ഇടയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, ഇടയ്ക്കല്ല മിക്കവാറും കളിക്കാൻ പോകും. അപ്പം പ്ലേയിങ് ബാഡ്മിൻ്റൺ ഈസ് എ ഹോബി ദാറ്റ് കീപ്സ് മീ ഫിറ്റ്, അല്ലേ? അപ്പം അത് എന്നെ എനർജറ്റിക് ആയിട്ട് നിർത്തും. സോ ഓൾസോ ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ റൈറ്റ് നൗ. എഡിറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് വീഡിയോ ഈസ് എ ഹോബി. ഇറ്റ് ഹെൽപ്സ് മീ സ്റ്റിമുലേറ്റ് മൈ ക്രിയേറ്റിവിറ്റി. എൻ്റെ ക്രിയേറ്റിവിറ്റി അതൊരു ഫുള്ളസ്റ്റ് ഫോമിൽ ഐ ക്യാൻ പെർഫോം ഇറ്റ്, അല്ലേ? ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട 3 കാര്യങ്ങളാണ് ലൈഫിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. ദിസ് ഈസ് വാട്ട് ഐ എക്സ്പീരിയൻസ് ഫ്രം മൈ ലൈഫ്. യു ഷുഡ് ഹാവ് 3 ഹോബീസ് ഇൻ യുവർ ലൈഫ്. എന്തെല്ലാം ഹോബീസാണ് നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടത്? 1 ഗീവ്സ് യു മണി, അല്ലേ? ഒരു ഹോബി നമ്മൾക്ക് മണി തരുന്നതായിരിക്കണം. 1 ഗീവ്സ് യു മേക്സ് യു ഫിറ്റ് ആൻഡ് ദി അതർ ഗീവ്സ് യു ക്രിയേറ്റിവിറ്റി. സോ ഇഫ് യു കീപ്പ് ഓൺ ഫോക്കസിങ് ഓൺ ദീസ് 3 തിങ്, it will constantly create a sensation and motivation that constantly make you an optimistic person. അപ്പോൾ നമുക്ക് ഈ 3 കൂട്ടം കാര്യങ്ങളും നമ്മളെ ക്രിയേറ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു പാഷൻ ഉണ്ടാക്കി നിർത്താൻ വേണ്ടിയിട്ടും നമുക്കൊരു മണി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് നിർത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഈ 3 കൂട്ടം കാര്യങ്ങളും ഒരുപോലെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ 3 കാര്യങ്ങളെ നമ്മൾ ഒരുപോലെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് വിൽ കോൺസ്റ്റന്റ്ലി മേക്ക് യു ആൻ ഓപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. സോ ഈ 3 കാര്യങ്ങളും നമ്മൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? Advantages are nothing but you will be wealthier because you have a money making process, and you will be healthier because you are constantly going for an outdoor game, and you will sleep better, you will feel better, and you have more money. All those things start compounding in your life. ഈ 3 കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പതുക്കെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. If only you focus on the positive things in life. So what you have to do? എന്താണ് ഇനി ചെയ്യേണ്ടത്? സോ ഗെറ്റ് റിഡ് ഓഫ് ദ പെസിമിസ്റ്റിക് പീപ്പിൾ ഔട്ട് ഓഫ് യുവർ ലൈഫ്. സോ സ്ലോലി കട്ട് ദം ഓഫ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ വൺ തിങ്. സോ നമ്മൾ ഇനി വീണ്ടും പറഞ്ഞു വരുന്നത് വാട്ട് ടു ബി ഫോക്കസ്ഡ് ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ചൂസ് വൺ തിങ്, ഫോക്കസ് ഓൺ ദ വൺ തിങ്, പ്രാക്ടീസ് ഓൺ വൺ തിങ്. സോ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തിനാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത്? ബിക്കോസ് ഐ വാണ്ട് യു ടു ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. പ്രൊഫഷണൽ ട്രേഡർ ആകണമെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഇഫ് ഐ ടേക്ക് അപ്പ് വൺ തിങ്, പ്രാക്ടീസ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി ലോങ് ഇനഫ്. എന്ത് കാര്യമായിക്കോട്ടെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഐ ആം സ്റ്റാർട്ടിങ് അഗെയിൻ വിത്ത് മൈ എക്സസൈസ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഒരു എക്സ്ക്യൂസാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ എനിക്കിപ്പോൾ കൺസിസ്റ്റൻസി പോയി, അതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങുക എന്നതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് നമ്മൾ ഒരു പീരീഡിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഡോണ്ട് ട്രൈ ടു ഡു ടു മെനി തിങ്സ് ഇൻ ലൈഫ്. ചൂസ് വൺ. ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഇപ്പം നമ്മൾ പറയുമ്പം നമുക്ക് ഒരു കാര്യം മാത്രം എടുത്തിട്ട് നമ്മളത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ലോങ് ഇനഫ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഒരു വണ്ടർ സംഭവിക്കുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇൻകൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് നമുക്കതിനൊരു റിപ്പീറ്റഡ്ലി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെയായിരുന്നോ അവിടെ തന്നെ നമ്മൾ നിന്നു പോകും, അല്ലേ? ബട്ട് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ പറ്റും. ഡോണ്ട് ട്രൈ ടു ഡു ടു മെനി തിങ്സ് ഇൻ ലൈഫ് ബിക്കോസ് ഇറ്റ് വിൽ ഡിസ്ട്രാക്ട് യുവർ അറ്റൻഷൻ. നമ്മൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ള ഏരിയയിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻസിയോട് കൂടെ മുന്നോട്ട് പോകാവുള്ളൂ. സോ ഫോക്കസ് ഓൺ ദ വൺ തിങ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. സോ വാട്ട് ഈസ് ആഡഡ് ഫ്രം ഔട്ട്സൈഡ് ഈസ് കോൾഡ് പെർഫ്യൂം, അല്ലേ? നമ്മൾ പുറത്തുനിന്ന് എന്താണോ ആഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ പെർഫ്യൂം എന്ന് പറയുന്നു. ബട്ട് വാട്ട് കംസ് ഫ്രം ഇൻസൈഡ് ഈസ് കോൾഡ് ഫ്രാഗ്രൻസ്, അല്ലേ? ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ യു ആഡ് തിങ്സ് ദാറ്റ് ഗിവ്സ് യു കൺസിസ്റ്റൻസി, അല്ലേ? നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഫോക്കസ് ഓൺ ദ വൺ തിങ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ പെർഫ്യൂം, അല്ലേ? ബട്ട് ഇഫ് യു വാണ്ട് ടു ഹാവ് ദ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് സക്സസ്, അല്ലേ? So if you want to have the fragrance, eventually it has to reach a stage where it should be inside out, അല്ലേ? അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പെർഫ്യൂം ഓർ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രാഗ്രൻസ് വേണം, സക്സസ് വേണം, അല്ലേ? സോ സക്സസ് വേണമെങ്കിൽ ഇവൻച്വലി ഇറ്റ് ഹാസ് ടു റീച്ച് എ സ്റ്റേജ് വേർ ഇറ്റ് ഷുഡ് ബി ഇൻസൈഡ് ഔട്ട്. അപ്പോഴാണ് നമുക്ക് സക്സസ് ആയിട്ട് വരുന്നത്. സോ ഫ്രാഗ്രൻസ് വിൽ കം ഔട്ട്. സോ ആസ് യുവർ സക്സസ്, അല്ലേ? സോ നമുക്ക് ജീവിതത്തിൽ നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് എൻതൂസിയാസം. എൻതൂസിയാസം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ആരും അങ്ങനെ എൻതൂസിയാസം ഇല്ലാതെ ഒന്നും നേടിയതായിട്ട് ചരിത്രവും ഇല്ല. സോ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എവരിഡേ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടതാണ്, ഓർ എവരിഡേ ഈവനിങ് ഓർ ഇൻ ബിറ്റ്വീൻ, എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഹാവ് യു ഡിസൈഡഡ് ടു ഡു, അല്ലേ? നമ്മളെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചെറിയ പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഹാവ് യു ഡൺ ഇറ്റ് വിത്ത് എൻതൂസിയാസം? ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. ഐ എം ആസ്കിംഗ് ടു മൈസെൽഫ്, ഹാവ് ഐ ഡൺ ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് അഗെയിൻ വിത്ത് എൻതൂസിയാസം? If your answer is yes, or if my answer is yes, it is a natural expression. Then നമുക്ക് പറയാൻ പറ്റും you are in the track, അല്ലേ? So everything has to come as a natural expression. Life gravitates towards happiness, അല്ലേ? നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ജേർണി എന്താണ്? We strive for happiness in life, അല്ലേ? Always we are focusing on building a state of mind to become a happy individual. This is the ultimate aim of our life, അല്ലേ? To be a happy individual. So ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? The perfume it has to come out inside out activity ആയിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് വരുന്നത്. The fragrance is like a success. Man and woman is designed for desires and expectations എന്നാണ് പറയുന്നത്. നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പോലും നമുക്കൊരു ഡിസയർ ഉണ്ടാകാനും നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. സോ നമുക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് ദ ട്രൂത്ത്. സോ ഇങ്ങനെ വരുമ്പോൾ എവിടെയാണ് അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്? ഈ ഒരു കാര്യം എവിടെയാണ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്? എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം.
എക്സ്പെക്ടേഷൻ, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ഇങ്ങനെ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എക്സ്പെക്ടേഷൻ. അപ്പം ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പിന്നെ എന്താണ് പ്രശ്നം? എക്സ്പെക്ടിങ് ദാറ്റ് യുവർ എക്സ്പെക്ടേഷൻ ഈസ് ടു ബി ഫുൾഫിൽഡ് ഈസ് ദ പ്രോബ്ലം അല്ലേ? നമ്മളുടെ എക്സ്പെക്ടേഷൻ അത് ഫുൾഫിൽ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പ്രോബ്ലം. സോ യു ഹാവ് യുവർ എക്സ്പെക്ടേഷൻ അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് ഈ ലോകം നമ്മൾ ആ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ദ വേൾഡ് മേ ഓർ മേ നോട്ട് ഫുൾഫിൽ യുവർ എക്സ്പെക്ടേഷൻ. ചിലപ്പം ഫുൾഫിൽ ചെയ്യാം, ചിലപ്പം ഫുൾഫിൽ ചെയ്യാതിരിക്കാം. സോ ഇറ്റ് ഈസ് അഗൈൻ എ സബ്ജക്റ്റീവ് കണ്ടീഷൻ. സോ ഇത് നമ്മളൊരു എക്സാമ്പിളിൽ കൂടെ വിവരിക്കുകയാണെങ്കിൽ, സോ നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ട് അല്ലേ? സോ നമ്മൾ ആ ട്രേഡിംഗ് പ്ലാൻ വെച്ച് നമ്മൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ആ ട്രേഡിംഗ് പ്ലാനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് സെല് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിനെ റിസീവ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ഡെലിവറി ഷെഡ്യൂൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ ഇന്ന സമയങ്ങളിൽ നമുക്ക് കൃത്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ പേയ്മെന്റും കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സോ ഐ ക്യാൻ ഹാവ് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് വാട്ട് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വിൽ ആസ്ക് മീ അബൌട്ട് ട്രേഡിംഗ് പ്ലാൻ അല്ലേ? അങ്ങനെ എനിക്ക് ചിന്തിക്കാമല്ലോ. നമ്മൾ യൂട്യൂബിൽ കൂടെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ. സോ യു ഹാവ് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ഐ ഷുഡ് ഗീവ് ആൻ ആൻസർ ടു ഫുൾഫിൽ യുവർ എക്സ്പെക്ടേഷൻ അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അതിനൊരു ആൻസർ പറയുമ്പോൾ ആ ആൻസർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനകത്ത് അത് ഫുൾഫിൽ ചെയ്യണം എന്ന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഇവിടെ ദ വേൾഡ് ഈസ് നോട്ട് ഒബ്ലിഗേറ്റഡ് ടു ഫുൾഫിൽ എനി ഓഫ് യുവർ എക്സ്പെക്ടേഷൻസ്. ഈ ലോകം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് കീപ് ടെല്ലിങ് യുവർ സെൽഫ് ഐ അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെ പറഞ്ഞാൽ മതി. ടു പ്രിപ്പയർ യുവർ സെൽഫ്, അതായത് ഓൾവേസ് കീപ് ടെല്ലിങ് യുവർ സെൽഫ് ഐ അണ്ടർസ്റ്റാൻഡ് നെയ്തർ ഓൾ മൈ എക്സ്പെക്ടേഷൻസ് വിൽ ബി ഫുൾഫിൽഡ് ഇൻ ലൈഫ് എന്ന് പറയാം. ഓർ അല്ലെങ്കിൽ ഓൾ മൈ എക്സ്പെക്ടേഷൻ വിൽ റിമെയിൻ അൺഫുൾഫിൽഡ് ഇൻ ലൈഫ് അല്ലേ? നമ്മളുടെ എക്സ്പെക്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ മേ ഫുൾഫിൽ ഓർ മേ നോട്ട് ഫുൾഫിൽ എന്ന് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സം ഓഫ് അവർ എക്സ്പെക്ടേഷൻ വിൽ ഗെറ്റ് എ ടിക്ക് മാർക്ക് അല്ലേ? നമ്മളെ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ എക്സ്പെക്ടേഷൻസിന് അത് നടന്നെന്നിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അതിനൊരു കൺസിസ്റ്റൻസി പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടന്നെന്നിരിക്കാം അല്ലേ? സോ അപ്പം നമ്മളുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ഗെറ്റ് ഫുൾഫിൽഡ് ഓർ ഇറ്റ് മേ നോട്ട് ഗെറ്റ് ഫുൾഫിൽഡ്, അഗൈൻ സബ്ജക്റ്റീവ് കണ്ടീഷൻസ്. സോ ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റഡ് പാക്കേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലൈഫിൽ ഇതെല്ലാം ഉണ്ട് അല്ലേ? സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ചിൽ, പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള വഴി. സോ നമ്മൾ എന്താണ് അപ്പം അങ്ങനെ നമുക്ക് ചില്ല് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കാം. അപ്പം എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? നമ്മൾ മറ്റുള്ളവരോട് ഗുഡായിട്ട് പെരുമാറുക. സിമ്പിൾ. ഡു ഗുഡ് ടു അതേഴ്സ് ആൻഡ് ദ ഗുഡ് വിൽ കം ടു യു. സോ അങ്ങനെ നമ്മൾ ആ ഒരു ലോജിക്കിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ എക്സ്പെക്ടേഷൻസ് നമ്മളിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ടേൺ ഓൾ ദ എക്സ്പെക്ടേഷൻസ് ടുവാർഡ്സ് യു അല്ലേ? ടേൺ ദം എക്സ്പെക്ടേഷൻസ് ഫ്രം മൈ സെൽഫ്, എന്നിൽ നിന്നും ഉള്ള എക്സ്പെക്ടേഷൻസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ നോക്കിയാൽ ലോകം മുഴുവനും പങ്ക്ച്വൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ ലെറ്റ് മീ ബി പങ്ക്ച്വൽ ഫസ്റ്റ്. ആദ്യം ഞാൻ തന്നെ പങ്ക്ച്വൽ ആകട്ടെ. സോ നമുക്ക് അതുപോലെ തന്നെ ചിന്തിക്കാം, ഐ വാണ്ട് അതേഴ്സ് ടു ബി ഹോണസ്റ്റ് വിത്ത് മീ അല്ലേ? മറ്റുള്ളവർ എന്നോട് ഹോണസ്റ്റ് ആയിട്ട് പെരുമാറണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സോ ലെറ്റ് മീ ബി ഹോണസ്റ്റ് വിത്ത് മീ ഫസ്റ്റ്. ഞാൻ എന്നോട് തന്നെ ഹോണസ്റ്റ് ആയിരിക്കണം ആദ്യം. ഐ ആം എക്സ്പെക്ടിങ് സിൻസിയറിറ്റി ഫ്രം യു ഓർ ഐ ആം എക്സ്പെക്ടിങ് സിൻസിയറിറ്റി ഫ്രം ദ ടീം. നമ്മുടെ ടീമിനോട് കംപ്ലീറ്റ്ലി സിൻസിയറിറ്റി എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ബി സിൻസിയർ ടു ദ ടീം അല്ലേ? ആ ടീമിനോട് ഞാൻ സിൻസിയർ ആയിരിക്കണം. സോ നമ്മളുടെ എക്സ്പെക്ടേഷൻസ്
ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the expectations is to be directed from you. It has to come from within from you. എങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേൾഡ് വിൽ നെവർ ഫുൾഫിൽ യുവർ എക്സ്പെക്ടേഷൻസ്, അല്ലേ? നമ്മുടെ ലോകം നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് മാത്രമായിട്ട് ഒരിക്കലും ഫുൾഫിൽ ചെയ്യത്തില്ല. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ഫോക്കസ് ഓൺ ദ വൺ തിങ്, പ്രാക്ടീസ് ഓൺ ദ വൺ തിങ് വിത്ത് കൺസിസ്റ്റൻസി ആൻഡ് ടേൺ ഓൾ യുവർ എക്സ്പെക്ടേഷൻസ് ഫ്രം യുവർ സെൽഫ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഗോളിലേക്ക് പതുക്കെ നടന്നെടുക്കുന്നത്. അതുപോലെ തന്നെ ഐ വാണ്ട് വെരി എന്തൂസിയാസ്റ്റിക് വേൾഡ് അറൗണ്ട് വിത്ത് മീ, അല്ലേ? എനിക്ക് ഈ ലോകം മൊത്തം ഒരു ഭയങ്കര എന്തൂസിയാസം തരുന്ന ഒരു ലോകമായിട്ട് എൻ്റെ ചുറ്റുപാടും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സോ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തൂസിയാസം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഡൈനാമിസം കൊണ്ടുവരണം. സോ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലെറ്റ് മീ ബി മോർ ഡൈനാമിക് ഇൻ വാട്ട് ഐ ഡു, അല്ലേ? ഞാനത് പ്രോഗ്രസീവായിട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരും എൻ്റെ ചുറ്റുപാടും ഉള്ളവർക്ക് ഒരു ഡൈനാമിക് വേൾഡ് ആയി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നല്ലപോലെ ദൈവം എന്നോട് കരുണയുള്ളവരായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുവാണെന്ന് വിചാരിക്കുക. ഐ വാണ്ട് ടു ബി ഗോഡ് ഗുഡ് ടു മീ, അല്ലേ, എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ബി വെരി ഗുഡ് ഡിവോട്ടി ഓഫ് ദ ഗോഡ്, അല്ലേ? നമ്മൾ ആദ്യം ദൈവത്തിനോട് നമ്മൾ നല്ലൊരു ഡിവോട്ടി ആയിട്ടിരിക്കണം. സോ മൈ പ്രൈമറി എക്സ്പെക്ടേഷൻ ഈസ് ഫ്രം മൈ സെൽഫ്. എൻ്റെ പ്രൈമറി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്നിൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. ഓൺലി ദെൻ ഐ വിൽ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ദ വേൾഡ് ഔട്ട്സൈഡ്. നമ്മളിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ലോകത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാവുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, സോ ആ എക്സ്പെക്ടേഷൻസ് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ കരുണയിൽ നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. ലോകം നിങ്ങളോട് കരുണ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. ബട്ട് നമ്മളെ തന്നെയാണ് നമ്മളിൽ നിന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് തുടങ്ങുന്നതും, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് നമ്മളുടെ കാര്യങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ബൈ എക്സ്പെക്ടിങ് ഫ്രം യുവർ സെൽഫ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങുവാണ്, ഇത് ചെയ്യാൻ പോവാണ് കൺസിസ്റ്റൻ്റ്ലി. അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് കാര്യം? നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. ഇറ്റ്സ് നോട്ട് ഫ്രം ദ മേഴ്സി ഓഫ് ദ വേൾഡ്, ഇറ്റ് ഈസ് ഫ്രം ദ കൺട്രോൾ ഫ്രം യുവർ ലൈഫ്. സോ ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, അല്ലേ? ഐ വാണ്ട് ടു ബി ഇൻ ചാർജ് ഓഫ് മൈ ലൈഫ്. ഇതാണ് ഇതിനകത്തെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഓൾ ദ എക്സ്പെക്ടേഷൻസ് ഇഫ് ഇറ്റ് ഹാസ് ടു ബി ഫുൾഫിൽഡ്, അല്ലേ? എന്തെല്ലാം എക്സ്പെക്ടേഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ ഉള്ളതെങ്കിലും നമ്മൾ ഫൈനലി നമ്മളിലേക്ക് തന്നെ വന്നിട്ട് നമ്മളിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മളിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കീപ്പ് ഓൺ കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ഓൺ ദ വൺ തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, ദെൻ യു വിൽ റീച്ച് യുവർ ഗോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമൻസുകൾ പ്രത്യേകം എഴുതുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.